ഹലോ ഹായ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകൾക്ക്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന CPO എക്സാമിൻ്റെ സയൻസ് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പതിവ് പോലെ വലിയ സർപ്രൈസിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലുണ്ടായിരുന്നില്ല. എപ്പോഴും ചോദിക്കുന്ന ചില ഏരിയാസ് PSC ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അറ്റോമിക് നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ സാധാരണ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഏത് പീരീഡ് ഏത് ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്നറിയണം. നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊരു ഓർഡർ ഉണ്ട് അല്ലേ? അതിലെങ്ങനെയാണ് വരിക? ഒന്ന് ആദ്യം 1s, പിന്നെ 2s, പിന്നെ 2p, പിന്നെ എന്ത് വരും? 3s, പിന്നെ 3p, പിന്നെ 3p കഴിഞ്ഞിട്ട് 3d ആണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ 3d അല്ല വരിക. 3p കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് വരിക? 4s ആണ് വരിക. കാരണം ഇലക്ട്രോൺ ഈ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ നിറയ ഊർജ്ജനില കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സബ്ഷെല്ലിൻ്റെ ഊർജ്ജനില കൂടി വരുന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 4sനേക്കാളും എനർജി കൂടുതലാണ് ആർക്ക്? 3dക്ക്. അപ്പോൾ 3s 3p കഴിഞ്ഞാൽ 3d ആണ് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക. പക്ഷേങ്കിൽ ഇലക്ട്രോൺ ഫില്ലിങ്ങിൻ്റെ ഓർഡർ പ്രകാരം 4sനേക്കാളും ആർക്ക് എനർജി കൂടുതലാണ്? 3dക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 4s കഴിഞ്ഞിട്ടാണ് എന്തെഴുതുക? 3d. ഓക്കെ. അപ്പോൾ 1s 2s 2p 3s 3p 4s 3d. പിന്നെ അടുത്തത് ഏത് വരും? 4s 3d 4s പിന്നെ എന്താ വരിക? 4p. ഓക്കെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ പോകുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ 31 നമുക്ക് അറ്റോമിക് നമ്പർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനി അപ്പോൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എസ്സിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. പിന്നെ അടുത്ത എസ്സിലും 2 4. ഇനി പിയിൽ എത്ര? 6 10 അല്ലേ? പിന്നെയും എസ്സിൽ 2 12. പിന്നെ പിയിൽ 6 18. പിന്നെയും 20. ഡിയിൽ 10. പിന്നെ 30 ആയല്ലോ. പിന്നെ 31. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അറ്റോമിക് നമ്പർ 31 മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്: 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p1. ഇനി നമ്മൾ ഏത് പീരീഡാണ് ഏത് ഗ്രൂപ്പാണ് എന്ന് നോക്കാൻ നമ്മൾ ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ഈ ഒരു മെമ്പറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിനുശേഷം ഈ അവസാനത്തെ ഈ ആളിനെ ഇങ്ങോട്ട് എടുക്കുക. ഇവിടുത്തെ അവസാനത്തെ ആൾ ആരാണ്? 4p ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഏത് പീരീഡാണ് എന്ന് നോക്കണമെങ്കിൽ, പീരീഡ് ഏതാണ് എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ അവസാനത്തെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇതിൽ. ഇപ്പോൾ ഇവിടെ 1s അല്ലെങ്കിൽ 2s എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ, രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ അല്ലേ? അപ്പോൾ ഈ 1 2 3 എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഷെൽ നമ്പറാണ് അല്ലേ? അപ്പോൾ പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഏത് പീരീഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിലുള്ള ഹയസ്റ്റ് ഷെൽ നമ്പർ ആയിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ തന്നിരിക്കുന്നതിലുള്ള ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ അതാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണ്? 4 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 4 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ പീരീഡ് കണ്ടുപിടിക്കാൻ ഓർക്കേണ്ട കാര്യം, ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ പീരീഡ് ഏതാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണോ ഹയസ്റ്റ് ഷെൽ നമ്പർ, ഈ 1 2 3 എന്ന് എഴുതുന്നതാണ് ഷെൽ നമ്പർ എന്ന് പറയുന്നത്. അതിലേതാണോ ഹയസ്റ്റ് ഷെൽ നമ്പർ അതായിരിക്കും അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്നതിൽ ഹയസ്റ്റ് ഷെൽ നമ്പർ 4 ആണ്. അതുകൊണ്ട് ഇത് 4ാം പീരീഡിലാണ്. അപ്പോൾ നമുക്ക് പീരീഡ് കിട്ടി. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം ഓർത്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ നോക്കേണ്ടത് ഈ ലാസ്റ്റത്തെ ഈ ഒരു മെമ്പറിനെയാണ്.
ഇവിടെ ലാസ്റ്റത്തെ മെമ്പറിലുള്ള ഈ ലെറ്റർ നോക്കാം, ഏതാണ്? പിയിലാണ് അവസാനിക്കുന്നത് അല്ലെ. ഇനി നിങ്ങൾ ഓർക്കേണ്ട ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ഓർക്കുക. എസ് ആണെങ്കിൽ അത് എൻ ആയിരിക്കും, പി ആണെങ്കിൽ അത് n+12 ആയിരിക്കും. n എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പി ആണെങ്കിൽ n+12 ആയിരിക്കും. ഇനി ഡി ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക അത് n+2 ആയിരിക്കും. ഇനി എഫ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക അത് 3 ആയിരിക്കും. ഓക്കെ, എസ് ആണെങ്കിൽ n ആയിരിക്കും, പി ആണെങ്കിൽ n+12 ആയിരിക്കും, ഡി ആണെങ്കിൽ n+2 ആയിരിക്കും, എഫ് ആണെങ്കിൽ അത് 3 ആയിരിക്കും. അപ്പൊ ഈ n എന്താണ്? n ഒന്നുമില്ല. നമ്മൾ ഈ നമ്മുടെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റത്തെ മെമ്പറിനെയാണല്ലോ നോക്കുക. അപ്പൊ ഇവിടെ 4p1. അപ്പൊ ഈ മേലെയുള്ള ഈ ഒരു നമ്പർ അതാണ് n എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ മേലെ എഴുതുന്ന ഈ ഒരു നമ്പർ അതിനെയാണ് n എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. സോഡിയം എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s1 അല്ലെ. 1s2 11 ആണല്ലോ. അപ്പോൾ ഇവിടെ ഏതിലാണ് അവസാനിക്കുന്നത്? എസിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു n എന്ന് പറയുന്നത് ഏതാണ്? ഈ മേലെ. ഇപ്പം ഇതിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലാസ്റ്റത്തെ ഈ മെമ്പറിനെയും എടുക്കാം. ഇവിടുത്തെ ലാസ്റ്റത്തെ മെമ്പർ 3s ആണ്. അപ്പോൾ 3s1 വെച്ചിട്ടാണ് നമ്മുടെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് പീരീഡാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഹയസ്റ്റ് ഷെൽ നമ്പർ? ഏതാണ്? 3 ആണ് ഹയസ്റ്റ് ഷെൽ നമ്പർ. ഇനി ഞാൻ പറഞ്ഞു എസ് ആണെങ്കിൽ n ആണ്. n എന്ന് പറയുന്നത് ഈ മേലെ എഴുതുന്ന ആ നമ്പർ ആണ് n എന്ന് പറയുന്നത്. അപ്പൊ n എന്ന് പറയുമ്പോൾ ഏതാണ്? n=1 എന്ന് വെച്ചാൽ സോഡിയം എന്ന് പറയുന്നത് തേർഡ് പീരീഡും ഫസ്റ്റ് ഗ്രൂപ്പുമാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, മനസ്സിലായോ? അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി ആണ് അല്ലെ. n എന്ന് പറഞ്ഞാൽ 4p1ലാണുള്ളത്. ഇനി പിയിലാണ് അവസാനിക്കുന്നത്. പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതണ്ടേ? n+12 ആണ് അല്ലെ. n+12 എന്ന് വെച്ചാൽ പി എന്ന് പറയുന്നത് പി 1 ആണ്. അപ്പൊ ഇവിടെ n എത്രയാണ്? 1 ആണ്. അപ്പൊ പി എന്ന് പറയുന്നത് n+12 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1+12. അപ്പൊ ഗ്രൂപ്പ് കിട്ടി ഏതാണ്? 13. മനസ്സിലായോ? ഇനി ഡി ആണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 21 സ്കാൻഡിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു. ഇവിടെ എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നു. 1s2 2s2 2p6 3s2 3p6 4s2 something wrong 4s2 3d1. ഒരു സെക്കൻഡ്, താഴെ കേട്ടോ, അവിടെ ഒരു എറർ വരുന്നുണ്ട്. 1s2 2s2 2p6 3s2 3p6 4s2 3d1. അപ്പോൾ ഇവിടെ ഡിയിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇത് അറ്റോമിക് നമ്പർ 21 സ്കാൻഡിയത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ ലാസ്റ്റത്തെ മെമ്പർ എടുക്കാം. ലാസ്റ്റത്തെ മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇനി പീരീഡ് ഏതാന്ന് നോക്കാം. പീരീഡ് ഏതാന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണ്? ഇവിടുത്തെ ഹയസ്റ്റ് ഷെൽ നമ്പർ 4 ആണ്. അപ്പോൾ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പീരീഡ് 4 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3d1 ആണല്ലോ എടുക്കേണ്ടത്. അപ്പോൾ 3d1 എടുക്കാം. ഇനി ഡിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഡിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ n+2 ആണ്. അപ്പോൾ n എത്രയാണ്? ഇവിടെ 3d1 ആണ്. അപ്പോൾ 1+2 ഏതാണ്? 3. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പ് സ്കാൻഡിയം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്കാൻഡിയം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്കാൻഡിയം 21. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ. പീരീഡ് 1 2 3 4ാമത്തെ പീരീഡ് ഏതാണ്? ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുക. രണ്ട് കാര്യം ഓർത്താൽ മതി. ഒന്ന്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൃത്യമായിട്ട് എഴുതുക, ഈ ഓർഡർ പഠിക്കുക. എന്നിട്ട് ഹയസ്റ്റ് ഷെൽ നമ്പർ, അതിലത്തെ ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ അതായിരിക്കും അതിൻ്റെ
പീരീഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ലാസ്റ്റത്തെ മെമ്പറിനെ പിടിക്കുക അല്ലേ. ലാസ്റ്റത്തെ മെമ്പറിനെ പിടിക്കുക. അവർ എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണെങ്കിൽ N എന്ന് ഓർക്കുക. ഇനി പിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവരെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് N+12. ഇനി ഡിയിലാണ് അവർ അവസാനിക്കുന്നതെങ്കിൽ അവരുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് N+2. ഇനി എഫ് ആണെങ്കിൽ അത് എഫിലാണ് നിങ്ങൾ അവസാനിക്കുന്നതെങ്കിൽ ഏതാണെങ്കിലും അത് 3 ആയിരിക്കും, 3-ാം ഗ്രൂപ്പായിരിക്കും. അത് മാത്രം ഓർത്താൽ മതി. എഫിലാണോ അവസാനിക്കുന്നത് അത് ഏതിൻ്റെ ആണെങ്കിലും ഏതായിരിക്കും 3 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ അവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഇത് പഠിച്ചുകൊള്ളുക, വളരെ സിമ്പിളാണ്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് ഇത്രയും വരെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഇനി വരുമോ എന്നറിയില്ല. എഫിൻ്റെതൊക്കെ കുറച്ചും കൂടെ വലുതാണ്. അത്രത്തോളം നിങ്ങൾക്ക് വരില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? ഇവിടെ പീരീഡ് 4 ഗ്രൂപ്പ് 13. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. അപ്പൊ ക്രിട്ടിക്കൽ താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഒരു വാതകത്തിനെ പിടിച്ചിട്ട് എന്താക്കാൻ പറ്റും? അതിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. ഒരു വാതകത്തിനെ ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ചൂടാക്കുമ്പോഴാണ് അതിനെ എന്താക്കി മാറ്റാൻ പറ്റുക? ഒരു വാതകത്തിനെ ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. അപ്പം ഏത് ടെമ്പറേച്ചറിലാണോ ആ ഒരു വാതകം ദ്രാവകമായിട്ട് മാറുന്നത് അതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ താപനില എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ താപനില എന്ന് പറയുന്നത് 30.98 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ചൂടാക്കുമ്പോൾ അതിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ദ്രാവകമാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് എന്താക്കി മാറ്റാൻ? അതിനെ ഒരു വാതകത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഊഷ്മാവ് ദ്രാവകമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വാതകത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഊഷ്മാവിനെയാണ് അതിൻ്റെ ക്രിട്ടിക്കൽ താപനില എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഓർത്തോളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് പറയുന്നതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ക്രിട്ടിക്കൽ താപനില നിങ്ങൾ ഓർത്തോളാം, ഒരു വാതകത്തിനെ ദ്രാവകമാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ താപനില കൂടെ ഓർത്തോളാം 30.98 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ഇത് ഒരു ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ക്വസ്റ്റ്യനിലായിട്ട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. പൊട്ടാഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലും പിരീഡിലും ലോഹ സ്വഭാവം എങ്ങനെയാണ്, അലോഹ സ്വഭാവം എങ്ങനെയാണ്. അപ്പം നമുക്കറിയാം ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്തോറും ലോഹ സ്വഭാവം കൂടി വരികയും പിരീഡിൽ നിന്ന് ഇടത്തു നിന്ന് വലതോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരികയാണ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഏരോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോകുമ്പോൾ ഏത് സ്വഭാവമാണ് കൂടുക? അലോഹ സ്വഭാവമാണ് കൂടുക. ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോഴാണ് ഏത് സ്വഭാവം കൂടുക? അലോഹ സ്വഭാവം കൂടുന്നു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പൊട്ടാഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം. അപ്പോൾ ഈ പൊട്ടാഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമുക്കറിയാം പൊട്ടാഷ്യം 1ാമത്തെ ഗ്രൂപ്പ്, മഗ്നീഷ്യം 2ാമത്തെ ഗ്രൂപ്പ്, അലൂമിനിയം 13, സിലിക്കൺ 14. അപ്പോൾ ഇവിടെ പീരീഡിലുള്ള ലോഹമാണ് അല്ലേ? പൊട്ടാഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. അപ്പോൾ പീരീഡിലുള്ള ലോഹങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പീരീഡിൽ നിന്ന് ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറഞ്ഞാണ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം ആരായിരിക്കും? അത് അല്ലാണ്ട് തന്നെ നമുക്ക് ഓർക്കാം, 1ാമത്തെയും 2ാമത്തെയും ഉള്ള ആൾക്ക് ഫസ്റ്റ് എസ് ബ്ലോക്കിലുള്ള ആൾക്കാരാണ് ലോഹ സ്വഭാവം കൂടുതൽ. അപ്പോൾ പൊട്ടാഷ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം. അത് കഴിഞ്ഞിട്ട് മഗ്നീഷ്യം, പിന്നെ അലൂമിനിയം, പിന്നെ സിലിക്കൺ. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. അത് സിമ്പിൾ കൺസെപ്റ്റാണ്. ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം ആർക്കാണ്? ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം ഫസ്റ്റ് ഗ്രൂപ്പിനാണ്. അവിടെയാണ് പൊട്ടാഷ്യം കിട്ടിക്കഴിഞ്ഞു.
അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. പിന്നെ രണ്ടാമത് മെഗ്നീഷ്യം അല്ലേ, ഇങ്ങനെ വരുന്ന ഒരു ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. പിന്നെ അലൂമിനിയം, സിലിക്കൺ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിരീഡിന് ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം കൂടി വരുന്നു, ലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നു. ആ ഒരു കൺസെപ്റ്റാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കാവുന്നതാണ്. അടുത്തത് ഇതാണ്, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹമാണ് ഏതെന്ന് പറയുന്നത് ലിഥിയം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്, ഇതിന്റെ കാരണമെന്ന്. അപ്പോൾ നമ്മൾ പല പല ക്ലാസ്സുകളായിട്ട് നമ്മുടെ സയൻസ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് = Gm/r² എന്നാണ് ജിയുടെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, M എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസ്സാണ്, R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ നമുക്കറിയാം ജിയുടെ വാല്യൂ ഇക്വേറ്ററിൽ, ഇപ്പോൾ ഭൂമിയുടെ ഒരു ഷേപ്പ് ഏകദേശം എലിപ്റ്റിക്കൽ സ്പിറോയിഡ് എന്നാണ് പറയുക. ഞാൻ ഏകദേശം ഒരു ഇതിലിങ്ങനെ വരയ്ക്കുകയാണ്, ഇതൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ എലിപ്റ്റിക്കൽ സ്പിറോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോളിൽ ഏകദേശം വരയ്ക്കുകയാണ്. അപ്പോൾ എലിപ്റ്റിക്കൽ സ്പിറോയിഡാണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജിയുടെ വാല്യൂ ഒന്ന് എർത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആറിനെയാണ്. അപ്പോൾ Gm/r². അപ്പോൾ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും അല്ലേ. ആറിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ജിയുടെ വാല്യൂ കുറയും. ഇനി ആറിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അതാണല്ലോ ഇതിൻ്റെ അർത്ഥം. ആറിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ജി കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണല്ലോ. പിന്നെ ആറിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ജിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേറ്ററിൽ നമുക്കറിയാം റേഡിയസ് എന്താണ്? കൂടുതലാണ് അല്ലേ. ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലാണ്. ഇനി പോൾസിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പോൾസിൽ ഈ ഒരു ഭൂമിയുടെ ഷേപ്പ് കാരണം ഇക്വേറ്ററിൽ, ഭൂമിയുടെ ആ ഒരു എലിപ്റ്റിക്കൽ സ്പിറോയിഡ് ഷേപ്പ് കാരണം ഇക്വേറ്ററിൽ ആറിൻ്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. റേഡിയസ് ഓഫ് കർവേച്ചർ ഇക്വേറ്ററിൽ കൂടുതലാണ്, അതേസമയം പോൾസിൽ റേഡിയസ് ഓഫ് കർവേച്ചർ കുറവാണ്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു ആറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ജിയുടെ വാല്യൂ കുറയും. അപ്പം ഇക്വേറ്ററിൽ ആറിൻ്റെ വാല്യൂ കൂടുതലല്ലേ, ഇക്വേറ്ററിൽ ആറിൻ്റെ വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് ജിയുടെ വാല്യൂ കുറയും അല്ലേ. ഇനി പോൾസിൽ നോക്കിക്കഴിഞ്ഞാലോ, പോൾസിൽ എന്താണ് അവസ്ഥ? പോൾസിൽ ആറിൻ്റെ വാല്യൂ കുറവാണ് അല്ലേ, റേഡിയസ് ഓഫ് കർവേച്ചർ കുറവാണ്, അതുകൊണ്ട് ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ കാരണം മനസ്സിലായല്ലോ. അപ്പോൾ ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവ് എന്ന് പറയാൻ കാരണം അവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുതലാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ജിയുടെ വാല്യൂ എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ആർ, റേഡിയസിന് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു ഷേപ്പും കൂടെ നിങ്ങൾ ഓർത്താൽ മതി. പോൾസിൽ റേഡിയസ് കുറവാണ്, അതുകൊണ്ട് ജിയുടെ വാല്യൂ കൂടുതലാണ്. ഇനി ഇക്വേറ്ററിലാണെങ്കിൽ റേഡിയസ് കൂടുതലാണ്, അതുകൊണ്ട് ജിയുടെ വാല്യൂ കുറവാണ്. അപ്പോൾ അതിനെന്താ കാരണം? ഭൂമിയുടെ ആ ഒരു എലിപ്റ്റിക്കൽ സ്പിറോയിഡ് ഷേപ്പ്, ഈ ഒരു ആകൃതി കാരണമാണല്ലോ റേഡിയസ് കുറയും കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഭൂമിയുടെ ആകൃതിയാണ് അതിന് കാരണം. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത പ്രകാശവർഷം എന്നത് ഏതിൻ്റെ യൂണിറ്റ് ആണ്? നമുക്കറിയാം പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അടുത്ത പ്രോബ്ലമാണ് 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ടൈം ആണ് അല്ലെ. വർക്ക് ഡൺ ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ എത്രയാണ്? 1000 ആണ് അല്ലെ. ഇവിടെ ചെയ്ത പ്രവൃത്തി എത്രയാണ്? 1000 ആണ്. എത്ര സെക്കൻഡിൽ? 2 സെക്കൻഡിൽ. അപ്പോൾ ഉത്തരം എന്താണ്? 500. പിന്നെ പവറിൻ്റെ യൂണിറ്റ് നമുക്കറിയാം വാട്ട് പവർ അല്ലേ. വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്. അപ്പം 500 വാട്ടാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ. അപ്പോൾ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമായിട്ടുള്ള മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഒന്ന് മീഥെയിൻ ആണ്,
CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. പിന്നെ ഒന്ന് നൈട്രസ് ഓക്സൈഡ് ആണ്. അപ്പോൾ ഓർത്തോളൂ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, ഇതാണ് മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇതാണ് ബയോളജി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം ഏതാണ്? അത് ആണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12ൻ്റെയും ജീവകം B9ൻ്റെയും അഭാവം മൂലമുണ്ടാകുന്ന അനീമിയയുടെ ആ ഒരു രോഗാവസ്ഥയുടെ പേരാണ് ഏതെന്ന് പറയുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എവിടെയാണ്? കരളിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? അത് പ്രവേശിച്ചിട്ട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്നത്. ഇത് SCERT ഫാക്റ്റാണ്, അപ്പോൾ അത് ഓർത്തോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പല പല ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ സയൻസ് ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.